ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഒരു വീട്ടിൽ തുളസിത്തറ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ്. ഈ തുളസിത്തറ എവിടെ വെക്കണം എന്ന് പലർക്കും സംശയമാണ്. തുളസിത്തറ വെച്ചാൽ വല്ല ദോഷം ഉണ്ടാവുമോ എന്ന് പലർക്കും സംശയമുണ്ട്. ഈ തുളസിത്തറയെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. തുളസി എന്ന് പറയുന്നത് ഹൈന്ദവ ശാസ്ത്ര പ്രകാരം മഹാലക്ഷ്മിയുടെ അംശമായാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വീട്ടിലാണോ ഈ തുളസി ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുന്നത്, ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുമെന്നാണ് പറയുക. എവിടെയാണ് തുളസിത്തറ സ്ഥാപിക്കേണ്ടത്? വാസ്തുപ്രകാരം തുളസിത്തറ വീടിന് മുൻവശത്ത് വരുന്നതാണ് ഉത്തമം. അതായത് നിങ്ങളുടെ വീടിന്റെ മുഖം വടക്കോട്ടോ കിഴക്കോട്ടോ ആണെങ്കിൽ ഈ വീടിന് തൊട്ടു മുന്നിലായിട്ട് മുൻവശത്തായിട്ട് നിങ്ങളുടെ വീടിന്റെ തറനിരപ്പിൽ നിന്ന് ഉയരത്തിലായിട്ട് മുൻവാതിലിന്റെ വലതുഭാഗത്തോട്ടായിട്ട്, അതായത് നേരെ മധ്യത്തിൽ വരാതെ കുറച്ച് മാറ്റി ഒരല്പം വലത്തോട്ടായിട്ട് തുളസിത്തറ സ്ഥാപിക്കുന്നതാണ് ഉത്തമം. നിത്യവും സ്ത്രീകൾ ഈ തുളസിത്തറയ്ക്ക് പൂജ ചെയ്യുകയും രാവിലെയും വൈകിട്ടും ജലം അർപ്പിക്കുകയും ചെയ്യുന്നത് ആ കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. എന്നാൽ ഇനി നമുക്ക് ഭഗവാന് ചാർത്താൻ മാല ഉണ്ടാക്കാനും അതുപോലെ തന്നെ അല്ലാതുള്ള പൂജകൾക്കൊക്കെ എടുക്കാൻ നമുക്ക് ധാരാളം തുളസികൾ വേണമെങ്കിൽ തുളസി ചെടികൾ നടേണ്ടുന്നത് വടക്ക് കിഴക്കോ ഭാഗത്താണ്. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസി നട്ടുവളർത്തലാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നമുക്ക് നിത്യവും പൂജയ്ക്കുള്ളത് അല്ലെങ്കിൽ ഭഗവാന് മാല ചാർത്താനൊക്കെയുള്ള തുളസി നമുക്ക് ധാരാളം കിട്ടും. നിത്യവും നമ്മൾ ഭഗവാന് വെക്കുന്ന നിവേദ്യത്തിൽ ഒരു തുളസിയിലും കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ നിവേദ്യം വളരെ പുണ്യമായി തീരും. അത് നമ്മൾ കഴിക്കുന്നതിൽ കൂടി നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. നമ്മളുടെ ബോഡിയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടാവും. അപ്പൊ നിത്യവും ഇത് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും നമ്മളെ വല്ലാതെ ബാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. അപ്പോൾ തുളസി വെള്ളത്തിലിട്ട് തലേന്നിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒരുപാട് അസുഖങ്ങൾക്ക്, ഇപ്പൊ പനി, ജലദോഷം പോലുള്ള അസുഖങ്ങൾക്ക്, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ തുളസി ഉപയോഗിക്കുന്നുണ്ട്. തുളസി എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ആ തുളസിത്തറയെ നിങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ആ വീട്ടിലുണ്ടാവും. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായിട്ട് തുളസിമാല കെട്ടി ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിൽ ചാർത്തുകയാണെങ്കിൽ ആ വീട്ടിൽ സമ്പത്ത് എപ്പോഴും വർദ്ധിക്കും എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെ തുളസി നമുക്ക് പല രീതിയിലും നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തുളസിയെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് സകല ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കും. അപ്പോൾ ഏതൊരു വീട്ടിലാണെങ്കിലും ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിൽ ഒരു തുളസി നിർബന്ധമായിട്ടും ഉണ്ടാവണം.